ഗൈസ്, ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ചെന്നൈയിൻ എഫ്.സി ഒരുങ്ങി തന്നെയാണ് എന്നുള്ളത്. കാരണം അവർ ഓൾറെഡി ജംഷഡ്പൂരിൽ നിന്ന് ലാൽദിൻ ബോയിയെയും അതുപോലെ ഡാനിയൽ ചീമ എന്നീ താരങ്ങളെ എത്തിച്ചതിനെ പറ്റി ഓവൻ ഗോയലിൻ്റെ ഒരു ഡിസിഷനാണ് ആ കാര്യം എന്നൊക്കെ. എന്നാലിപ്പോൾ അതിന് പിന്നാലെ എൽ സീഞ്ഞോ എന്ന് പറഞ്ഞ ജംഷഡ്പൂരിൻ്റെ മൂന്നാമത്തെ താരത്തെ സ്വന്തമാക്കുകയാണ് ചെന്നൈയിൻ എഫ്.സി. ഇപ്പോൾ 90 സ്റ്റോപ്പേജൊക്കെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ചെന്നൈയിൻ എഫ്.സിയുമായിട്ടുള്ള ഒരു ഡീലിലേക്ക് എൽ സീഞ്ഞോ ഒരു മൾട്ടിപ്പിൾ ഇയർ കോൺട്രാക്റ്റിലേക്കൊക്കെ എത്തുന്നു എന്നുള്ളൊരു കാര്യം. ഏതായാലും മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുള്ളൊരു കാര്യം കൂടിയാണ്, രണ്ടാമത്തെ സീസണിൽ ഓവൻ ഗോയലിനെയാണ് കുറച്ചുകൂടി ഭയക്കേണ്ടതെന്നുള്ളത്. കാരണം ജംഷഡ്പൂർ എഫ്.സിയിൽ ആദ്യം അദ്ദേഹം വരുന്ന സമയത്ത് 6th പൊസിഷനിൽ അവരെ ഫിനിഷ് ചെയ്തു. അതിനുശേഷം രണ്ടാമത്തെ സീസൺ ഷീൽഡ് അടിച്ചു കൊടുത്തു. ഈ സീസണിൽ ചെന്നൈയിൻ എഫ്.സി 6th ആണ് ഫിനിഷ് ചെയ്തത്. സോ ആ ഒരു എന്താ പറയുക, നമുക്കൊരു ദേജാവു ആയി മാറുമോ എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ട ഒരു ഫാക്ടറാണ്. ഞാൻ ഇന്നലെ കൂടി ഒരു വീഡിയോ ചെയ്തപ്പം, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളുടെയൊക്കെ ഒരു വീഡിയോ ചെയ്തപ്പം പറഞ്ഞതാണ്, നമുക്ക് എൽ സീഞ്ഞോയെ പോലൊരു പ്ലെയറെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നതിനെ എന്നുള്ളത്. കാരണം ഈ ഒരു താരത്തെപ്പറ്റി പറയുമ്പോൾ അദ്ദേഹം ബേസിക്കലി സെൻറ്റർ ബാക്ക് ആയിട്ടും ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും കളിക്കുന്ന ഒരു താരമാണ് എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു പ്ലെയർ വന്നപ്പോൾ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ എന്ന നിലയിൽ അങ്ങനെയൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം ഒരു CB റോളിലാണ് ഫസ്റ്റ് സെഷൻ ഓഫ് ഇതിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഫേസിൽ ഖാലിദ് ജമീലൊക്കെ വന്നപ്പം കൂടുതലായിട്ട് ഒരു സെൻട്രൽ മിഡ് അല്ലെങ്കിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ റോളിലാണ് കളിച്ചതെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഈ രണ്ട് റോളും അദ്ദേഹം ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഫാക്ടറാണ്. പറഞ്ഞ ഒരു ഡിസ്ട്രക്ടർ റോളാണെങ്കിലും ഒരു ഡിഫൻഡർ റോളാണെങ്കിലും അദ്ദേഹത്തിന് നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലും 33 വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു ബ്രസീലിയൻ താരത്തിന് നേരത്തെ പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഇയർ കോൺട്രാക്റ്റാണ്. ഇപ്പം റയാൻ എഡ്വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു സെൻറ്റർ ബാക്കിന് ഓൾറെഡി ഉണ്ട്, ചെന്നൈയിൻ എഫ്.സി നിലനിർത്തും എന്നുള്ളതൊക്കെയാണ് വാർത്ത. അതിനോടൊപ്പമാണ് ഇങ്ങനത്തെ പറഞ്ഞ പോലെ ഒരു യൂട്ടിലിറ്റി പ്ലെയറെ കൂടി സൈൻ ചെയ്യുന്നത്. അതിലും വളരെ പ്രൊയാക്റ്റീവായിട്ട് ചെന്നൈയിൻ എഫ്.സി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. പല പേരുകൾ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ആണെങ്കിലും ഫോറിൻ പ്ലേയേഴ്സിൻ്റെ ആണെങ്കിലും ഇപ്പം ചെന്നൈയിൻ എഫ്.സിയുമായിട്ട് ചുറ്റിപ്പറ്റിയൊക്കെ കേൾക്കുന്നുണ്ട്. അടുത്ത സീസണിൽ എല്ലാ ടീമുകളും ഭയക്കേണ്ട ഒരു ടീമായിട്ട് മാറുമോ ചെന്നൈയിൻ എഫ്.സി? പ്രത്യേകിച്ച് ഓവൻ ഗോയലാണ്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ പല പ്ലേയേഴ്സിനെയും, അതും അദ്ദേഹത്തിന് മുൻ ക്ലബ്ബായിട്ടുള്ള ജംഷഡ്പൂരിൽ നിന്ന് തന്നെ പല പ്ലേയേഴ്സിനെയൊക്കെ എത്തിക്കുന്നത് തീർച്ചയായിട്ടും മറ്റ് ക്ലബ്ബുകൾക്ക് പേടിക്കേണ്ട കാര്യം തന്നെയാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഉറപ്പായിട്ടും കമ്പോസ് ചെയ്തിട്ട് കാണിക്കുകയാണ് സനിയ.